പേളിമാനിനോടുള്ള ഇഷ്ടം ഓരോ ദിവസം കൂടി കൂടി വരുവാണ്. ഒന്ന് കണ്ടോ? ഇന്ന് നമ്മൾ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ രണ്ടുപേരെ ഞാൻ അറിയുന്നത് ഒരു റീലിലൂടെയാണ്. പക്ഷെ ആ റീൽ എന്നെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തട്ടിയ ഒരു റീലായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ശ്രീനിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുട്ടാ എനിക്ക് ഇവരെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ്. സത്യം പറയല്ല, അവസാനം പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ പേരെ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റീല് ഞാൻ കണ്ടു. അതിലൂടെയാണ് ഞാൻ ഇവരെ ഫസ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളിമണിയും വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേളിയെ കാണുമെന്നുള്ളത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മൽ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ലായിരുന്നു. ചാച്ചൻ പോയതിന് ശേഷം മാനസികമായി തകർന്നിരുന്ന അമ്മ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. അവര് ഓൾറെഡി അവിടെ എത്തി, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവരവിടെ എന്തൊക്കെയോ ജ്വല്ലറി നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പതുക്കെ അവരുടെ പുറകെ നിന്ന് പോയി അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് പോയി അവർ ഹായ് പറയാം. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നുന്നു. ഈ മാല ചേരുവോ? ഈ മാല അമ്മയ്ക്ക് ചേരില്ലേ? ഒരു ഹഗ് തരും. അമ്മയുടെ റീല് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അന്ന് അറിഞ്ഞ നിങ്ങൾ വന്നു. എന്തിനാ കരയണേ? പാവം കരഞ്ഞു പോയിട്ടാ, രണ്ടാളും കരഞ്ഞു പോയി. അമ്മയും മോളും ഒരേപോലെ കരഞ്ഞു. ഇത് മനോഹരമായിട്ടല്ലേ ചേർത്ത് പിടിക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞു ഇത് ഹസ്ബൻഡാ ശ്രീനിഷ്. അപ്പം പറയാം ശ്രീനിഷ് അല്ല ശ്രീനിയാണ്. അമ്മ തന്നെ തന്നു. ഇതായിരുന്നു ആ കമ്മല്, കല്ല് വെച്ച കമ്മല്. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മൽ ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടാ. വേദന എടുക്കണമെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഒരു തലക്കനമില്ലാത്ത, ജാടയില്ലാത്ത, സെലിബ്രിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരാളാട്ടാ പേളിമാണി. അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ലൊരു ചിരിയുമാണ്. പൊളിച്ചിട്ടാ.